Hi, good morning. ഇന്നത്തെ വീഡിയോയിൽ ഗ്രേഡ് 12-ന്റെ CBSE ഗ്രേഡ് 12-ന്റെ ചാപ്റ്റർ 3 കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ കിർച്ചോഫ് ലോ എന്നുള്ള പോർഷനാണ് എടുക്കാൻ പോകുന്നത്. ഈവൻ സ്റ്റേറ്റ് സിലബസിലും കിർച്ചോഫ് ലോ ഉണ്ട്. സാധാരണ ഇച്ചിരി ഒരു കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷനാണ് കിർച്ചോഫ് ലോ, അതുകൊണ്ടാണ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ക്വസ്റ്റ്യൻസ് സാധാരണ കിർച്ചോഫ് ലോയിൽ ചോദിക്കാറുള്ളതാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ടെക്സ്റ്റ് ബുക്കിൽ ഓംസ് ലോയ്ക്കും ഓംസ് ലോയുടെ കുറച്ച് എക്സ്പ്ലനേഷനും അതിനുശേഷം റെസിസ്റ്റൻസ് സീരീസിലും പാരലലും കണക്ട് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസിനെ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ കാൽക്കുലേഷനൊക്കെ ശേഷമാണ് കിർച്ചോഫ് ലോ വരുന്നത്. അപ്പോൾ നമ്മൾ കിർച്ചോഫ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ സയന്റിസ്റ്റിന്റെ പേരാണ്. റോബർട്ട് കിർച്ചോഫ് ഒരു 19th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. This is one of the fundamental laws in circuit in the construction. ഒരു fundamental law ആണിത്. Normally it is used for analyzing complex circuits. അനലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഡയഗ്രാംസ്. ദ ഫസ്റ്റ് ഡയഗ്രാം, ആ ഡയഗ്രാം കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് റെസിസ്റ്റേഴ്സ്, സെൽസ്, ഒന്നിൽ കൂടുതൽ സെൽസ്. സോ ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു കോംപ്ലെക്സ് സർക്യൂട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കിർച്ചോഫ് ലോ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ ഡയഗ്രാം കാണുന്നത് നോർമലി ഒരു കാർട്ടൂൺ ആയിട്ടൊക്കെ വരുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഡൽഹിയിലെയോ മറ്റോ ഒരു ലൈക്ക് ഇലക്ട്രിക് പോസ്റ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കണക്ഷൻ ഉണ്ട്. നിങ്ങൾ കിർച്ചോഫ് ലോ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്ലൈ കിർച്ചോഫ് ലോ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ഡയഗ്രാം ആണിത്. സോ അതിന്റെ ഒരു കോംപ്ലക്സിറ്റി, ആ സിറ്റുവേഷന്റെ ഒരു കോംപ്ലക്സിറ്റിയും കിർച്ചോഫ് ലോ ഒരു കോംപ്ലക്സ് സിറ്റുവേഷന്റെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കിർച്ചോഫ് ലോയില് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ലോസ്. കിർച്ചോഫ് ലോയില് ആക്ച്വലി കിർച്ചോഫ് ലോസ് എന്നല്ല, കിർച്ചോഫ് ലോ ആണെന്ന് പറയുന്നെങ്കിലും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ലോസ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ. രണ്ട് ലോസിനും കുറച്ചൊരു different names under. So we are going to discuss Kirchhoff first law. So Kirchhoff first law, it is otherwise called junction rule, or it is called Kirchhoff circuit law, Kirchhoff's current law. Okay, KCL. So ഒരു ചെറിയ ഇത് അബ്രിവേഷൻ ആയിട്ട് KCL എന്ന് സംടൈം നമ്മൾ ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് കിർച്ചോഫ് ഫസ്റ്റ് ലോ, അതർവൈസ് കോൾഡ് ജംഗ്ഷൻ ലോ ഓർ കിർച്ചോഫ്സ് കറന്റ് ലോ. സ്റ്റേറ്റ്മെന്റ് വളരെ ഈസിയാണ്. നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. ലൈക്ക് ആപ്ലിക്കേഷൻ ആണ് ഇതിന്റെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോൾഡ്, this is a statement for the first one. The sum of the current, so junction rule or Kirchhoff first rule or Kirchhoff current law. The sum of the current entering any junction must equal to the sum of the current leaving that junction. Okay, sum of the current entering a junction must equal to the sum of the current leaving the junction. ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാവുന്നതാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും അല്ല. അല്ലെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്നത് algebraic sum of the current at a junction is equal to 0. ആ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു സർക്യൂട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. ഈ സർക്യൂട്ട് ഇതൊരു കംപ്ലീറ്റ് സർക്യൂട്ട് അല്ല, നമുക്കൊരു സർക്യൂട്ട് ആണെന്ന് ഇത് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് മേക്കിംഗ് എനി ക്ലോസ് ലൂപ്പ് ഓർ എനിത്തിങ്. ഇപ്പൊ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ജംഗ്ഷൻ. ഓക്കെ, ദിസ് പോയിന്റ് ഈസ് ജംഗ്ഷൻ. ജംഗ്ഷൻ മീൻസ് നോർമലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോയിന്റ്സ് വേർ 3 or more wires meet എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ റെസിസ്റ്റർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, ഇവിടെ ഒരു റെസിസ്റ്റർ താഴോട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ജംഗ്ഷൻ. ഓക്കെ, 3 or more പോയിന്റ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് പൊതുവെ നമ്മൾ ജംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് വൺ ഈസ് എ ജംഗ്ഷൻ.
you can see some current is entering. That means the current is going to the junction and some currents are leaving the junction. Okay. For example, look at this current I1. This is going towards the junction. I2 is also going towards the junction. Okay. What about the other currents? Other currents, they are leaving the junction. Okay. For example, look at these currents. This one is I3, this one is I4, this one is I5. Okay, the one which is colored in purple circles, they are the current which is going towards the junction, and the one which is circled in orange color is the current which is leaving the junction. Okay, so here I1 and I2, they are entering into the junction. So how we will take the sum of the current entering into the junction? I1 plus I2. That is the sum of the current entering into the junction. And what is the sum of the current leaving the junction? I3. This one is entering into junction. Okay. What about the current which is leaving? I3 plus I4 plus I5. Okay. This is the current which is exiting or leaving the ജംഗ്ഷൻ. ഇപ്പൊ I1 I2 എന്നുള്ള കറണ്ട് ആ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും I3 I4 I5 എന്നുള്ള 3 കറണ്ട്സ് അത് ജംഗ്ഷൻ ലീവ് ചെയ്യുന്നതുമായിട്ടുള്ള കറണ്ട്സ് ആണ്. ഓക്കെ, നമ്മുടെ ലോ അനുസരിച്ച് നമുക്ക് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ ലോ അനുസരിച്ച് എത്രയാണോ ജംഗ്ഷനിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നത് അതിന്റെ സമ്മും കറണ്ട് ജംഗ്ഷൻ ലീവ് ചെയ്യുന്നതിന്റെ കറണ്ടിന്റെ സമ്മും സെയിം ആയിരിക്കും. സോ ഹൗ വി ക്യാൻ കണക്ട് ദീസ് ടു തിങ്സ്? വി ക്യാൻ റൈറ്റ് I1 plus I2, which is the current going to the junction, is equal to the sum of the current leaving. That means I3 plus I4 plus I5. Okay, so ഇതാണ് നമ്മളിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് കിർച്ചോഫ് ലോ എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. The sum of the current entering into a junction is equal to the sum of the current leaving the junction. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ട് ഫോമിൽ പറയുകയാണെങ്കിൽ sigma I is equal to 0. That means algebraic sum of the current is equal to 0. ഈ algebraic sum എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ സൈനൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എടുക്കുകയാണ് I1 I2 എൻ്റർ ചെയ്യുന്ന കറണ്ട് ആണ്. സോ ഐ ക്യാൻ ടേക്ക് ദം ആസ് പോസിറ്റീവ് ആൻഡ് ദ വൺ വിച്ച് ഈസ് ലീവിംഗ് ദ ജംഗ്ഷൻ ക്യാൻ ബി ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ എങ്ങനെ വരും? I1 പ്ലസ് I2 മൈനസ് I3 minus I4 minus I5 is equal to 0, because ഈ രണ്ട് കറണ്ടും എൻ്റർ ചെയ്യുന്ന കറണ്ട് ആണ്. സോ ഐ ക്യാൻ ടേക്ക് ദിസ് വൺ ആസ് പോസിറ്റീവ് ആൻഡ് ദ റിമൈനിങ് കറണ്ട് ആർ ദ കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ വിച്ച് ക്യാൻ ബി ടേക്കൺ ആസ് നെഗറ്റീവ്. അതിന്റെ രണ്ടിന്റെയും കൂടി സം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. സോ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണമെങ്കിൽ യു ക്യാൻ റൈറ്റ് ദ ആൽജിബ്രൈക് സം ഓഫ് ദി കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ. ഓക്കെ, മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആൽജിബ്രൈക് സം 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. സപ്പോസ് എനിക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഹിയർ and this one is like this. Okay, suppose this one is 3 ampere, this one is 2 ampere, then how much will be the current passing through this one? You can easily carry 2 ampere 2 ampere. ഇപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ അപ്പൊ ഈ ഒരു എണ്ണേ ഉള്ളൂ, അതുകൊണ്ട് എത്രയായിരിക്കും ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത്? 4 ampere current will be passing through this one. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സപ്പോസ് ദിസ് വൺ, ഞാൻ കുറച്ചുകൂടെ ഒരു റെസിസ്റ്റൻസ് ഉള്ള ഒരു ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ suppose this one is coming here, this one. Okay, 3 ampere 4 ampere and this one is for example this one is 5 ampere. So how much will be the current passing through? For 3 ampere 4 ampere ഇതിൽ എൻ്റർ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് 3 plus 4 equals ലീവ് ചെയ്യുന്നത് 5 plus ഇത് നിങ്ങൾക്ക് അറിയില്ല. സപ്പോസ് ഐ എം ടേക്കിംഗ് ദിസ് I, so I will be equal to 2 ampere. So ഇങ്ങനെ നിങ്ങൾക്ക് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ algebraic sum of the current
meeting at a junction is equal to 0. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ഒരു ബേസിക് നമ്മുടെ ഫിസിക്സിലുള്ള മിക്കവാറും ലോസ് ഒക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പളിന്റെ ഡിഫറെന്റ് വെർഷൻസ് ആയിട്ടാണ് കൂടുതലും വരുന്നത്. ഇത് ഏത് ബേസിക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏത് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളിന്റെ ഒരു വെർഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അപ്പൊ കറണ്ട് കൺസർവ്ഡ് ആണെന്നുള്ളതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. കറണ്ട് കൺസർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ കറണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറും? ചാർജ് ആയി എന്നുള്ളത് ആയിട്ട് മാറും. So it is this law is similar to Kirchhoff's first law is a version of principle of conservation of charge, because നമുക്കറിയാം current is the flow of rate of flow of charge നെയാണ് നമ്മൾ current എന്ന് പറയുന്നത്. So current conserved ആയിരിക്കുമ്പോൾ charge എന്തായിരിക്കും? Conserved. So this one is an extension or it's a different version of principle of conservation of charge. Okay, so ഇതൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് Kirchhoff first law അല്ലെങ്കിൽ Kirchhoff first law അല്ലെങ്കിൽ Kirchhoff current law അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്ന് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. സെക്കൻഡ് വൺ ആണ് കുറച്ചുകൂടെ ഒരു, ഫസ്റ്റ് വൺ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. it is a little easy one. Okay, now look at the second one. First നമുക്ക് ഫസ്റ്റിന് ഒരു അതേപോലെ തന്നെ സെക്കൻഡ് ലോയ്ക്ക് ഇതുപോലെ ഡിഫറെന്റ് നെയിംസ് ഉണ്ട്. Kirchhoff സെക്കൻഡ് ലോ ജംഗ്ഷന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂപ്സ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ലൂപ്പ് റൂൾ or otherwise it is called Kirchhoff voltage law. Okay, so just have a look at what are the different names for Kirchhoff. It is called Kirchhoff it is second law or loop rule. In the first one is called junction. Here we are talking about loop rule, or it is also called Kirchhoff. It is called Kirchhoff voltage law. It is called Kirchhoff voltage law or KVL. It is called KVL. The first one is called KCL and this one is called KVL. Okay, so okay, എന്തൊക്കെ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. First, loop rule. The sum of the potential differences across all the elements. Elements കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് റെസിസ്റ്റർ ആവാം, കപ്പാസിറ്റേഴ്സ് ആവാം, ഇൻഡക്ടേഴ്സ് ആവാം. പക്ഷെ നമ്മൾ കപ്പാസിറ്ററും ഇൻഡക്ടറും നമ്മളിപ്പം യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കൂടുതലും റെസിസ്റ്റേഴ്സിന്റെ തന്നെയാണ് ചെയ്യുന്നത്. So the sum of the potential differences across all the elements around any closed circuit loop must be 0. Okay, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ ആണ് നിങ്ങൾ കൂടുതൽ ഈസി ആയിട്ട് തോന്നിയെങ്കിൽ യു ക്യാൻ ലേൺ ദാറ്റ് വൺ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഒരു ഡെഫിനിഷൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. സം ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസസ് അക്രോസ് ഓൾ ദി എലമെന്റ്സ് അറൌണ്ട് എനി ക്ലോസ് സർക്യൂട്ട് ലൂപ്പ് മസ്റ്റ് ബി 0 എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. നമുക്കൊരു സർക്യൂട്ട് എടുത്തിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് എ സർക്യൂട്ട്. നിങ്ങളുടെ ഇവിടെ ഞാനൊരു ഡയഗ്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഡയഗ്രം ഒന്ന് ആദ്യം നോക്കിക്കേ. ഇപ്പൊ ഈ ഡയഗ്രത്തിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഇപ്പൊ ഈ ഡയഗ്രത്തിനകത്ത് ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് റെസിസ്റ്റേഴ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എലമെന്റ്സ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, റെസിസ്റ്റേഴ്സ് ആർ ദ എലമെന്റ് ഓവർ ഹിയർ. This one, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് ചെയ്യുമ്പോൾ actually there is no need of Kirchhoff law for solving this kind of a circuit. You can just apply Ohm's law here. Okay, but since we are in the starting, we are taking a very not, we don't want to take a circuit which is having ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ അതിന് പകരം ഒരു സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഒരു സെല്ല് ഇവിടെ കാണാൻ പറ്റും, രണ്ട് റെസിസ്റ്റേഴ്സ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനും പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് അതിനകത്തൊരു ക്ലോസ് ലൂപ്പ് എന്നുള്ള ഒരു വേർഡ് ഉണ്ട്. ഓക്കെ, ക്ലോസ് ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിന്റെ ഡെഫിനിഷൻ തന്നെ ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലൂപ്പ് എടുക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ലേബൽ ചെയ്യുക A, B, C, T. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ലൂപ്പ് എടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A ലൂപ്പ്. ഹൗ ഐ വിൽ ടേക്ക് എ ലൂപ്പ് ഇൻ ദിസ് വൺ? A, B, C, D, A.
ഇതാണ് നമ്മൾ ഒരു ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം എ. നിങ്ങൾ ഏത് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏത് പോയിന്റിൽ വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ഏത് പോയിന്റിൽ നിന്നാണോ എടുക്കുന്നത് ആ പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയിട്ട് വേണം നിങ്ങൾ ലൂപ്പ് ക്ലോസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എവിടേക്കാണ് ഉണ്ടാവുന്നത്? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ സെല്ലുണ്ട്, സെല്ലിന് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാകാം. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ല, ആക്ച്വലി വി ആർ ടെല്ലിംഗ് അബൌട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ആൾജിബ്രൈക് സം എടുക്കുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ആ ചേഞ്ച് ഇൻ സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ ക്ലോസ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ എന്ത് സം ഓഫ്, നമ്മൾ സം എടുക്കുക. എന്തിന്റെയാണ് നമ്മൾ സം എടുക്കുന്നത്? സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ, സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എവിടെയാണ് നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുന്നത്? ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ്. ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സം ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ ചേഞ്ച് എന്ന് പറയുന്നത്? ചില കേസുകളിൽ പൊട്ടൻഷ്യൽ ഗെയിൻ ഉണ്ടാവാം, ചില കേസുകളിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവാം. അത് നമ്മൾ പിന്നീട് പറയുക എങ്ങനെയാണ് നമ്മൾ ഡ്രോപ്പും ഗെയിനും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഇപ്പൊ പൊട്ടൻഷ്യൽ ഗെയിൻ ഉള്ളതിനെല്ലാം നമ്മൾ ഒരു സിമ്പലും, പൊട്ടൻഷ്യൽ ഡ്രോപ്പിനുള്ളതിനെല്ലാം നമ്മൾ ഒരു സിമ്പലും കൊടുക്കും. കറണ്ടിന്റെ കേസിൽ നമ്മൾ എടുത്ത പോലെ തന്നെ കറണ്ട് എൻറ്ററിംഗ് ഇൻ ദ ജംഗ്ഷൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഗെയിൻ ഉള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഒരു സൈനും, പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ കേസ്, പൊട്ടൻഷ്യൽ ഡ്രോപ്പിന് നമ്മൾ നെഗറ്റീവ് സൈനും കൊടുത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആ സൈനോട് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ എല്ലാം കൂടെ, ഈ പൊട്ടൻഷ്യൽ ഇതിന് ഈ എലമെന്റ്സിന്റെ എല്ലാം കൂടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 0 ആയിരിക്കണം കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ എന്റേത് V1 ഡെൽറ്റ V1 ആണ് എന്റെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്നുണ്ടെങ്കിൽ ഇത് പ്ലസ് ഓർ മൈനസ് ആവാം. ഇവിടെ പ്ലസ് ഓർ മൈനസ് V2 ആവാം, ഇവിടുത്തെ പ്ലസ് ഓർ മൈനസ് V3 ആവാം. ഓക്കെ, അപ്പൊ ഈ ചേഞ്ച് എല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തായിട്ട് കിട്ടണം? എനിക്ക് അത് പ്ലസ് ഓർ മൈനസ് എന്ന് എടുത്തത് നമ്മൾ സയൻസ് ഉണ്ട്, കാരണം നമ്മൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവും, പൊട്ടൻഷ്യൽ ഗെയിൻ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അത് വെച്ച് നമുക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും അത് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഈ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും, റെസിസ്റ്റൻസ് R1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും, R2 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. അതാണ് സെക്കൻഡ് ലോ പറയുന്നത്. ഇപ്പം സെക്കൻഡ് ലോ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പൊ ഇപ്പൊ ഇതിൽ നിന്ന് ഇപ്പം ഫസ്റ്റ് ലോ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലോ ഈസ് എ വെർഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അതേപോലെ തന്നെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഒരു വെർഷൻ ആണ്. ബിക്കോസ് വോൾട്ടേജ് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പഠിക്കുമ്പോൾ നമുക്കറിയാം ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ ഇവിടെ തന്നെയാണ് തിരിച്ചു വരുന്നത്. സോ വാട്ട് ഈസ് ഐ എം സ്റ്റാർട്ടിംഗ് ഫ്രം എ ആൻഡ് ഐ എം കമ്മിങ് ബാക്ക് ടു എ. സോ വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? Potential difference means VA minus VA will be equal to 0. ഇപ്പം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾ ഏതൊക്കെ വഴി കൂടെ പോയാലും നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഏതാണെന്ന് മാത്രമേ പൊട്ടൻഷ്യലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആയ സ്ഥിതിക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഒരു സർക്യൂട്ട് കിട്ടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഹൗ ടു അപ്ലൈ എന്നുള്ളതിന് നമുക്ക് കുറച്ചൊരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ആദ്യം നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡ്രോ കറണ്ട് ഫ്രം, ഇപ്പം ഒന്നിൽ കൂടുതൽ സെല്ലുണ്ട് അല്ലെങ്കിൽ
there is one or more than one cell ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സെല്ലിൽ നിന്ന് എടുക്കാം. ദാറ്റ് ഈസ് അപ് ടു യു. ഓക്കെ. പക്ഷേ നിങ്ങൾ കറണ്ടിന്റെ ഫ്ലോ നിങ്ങൾ എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ, ഒരു സർക്യൂട്ടിൽ നിങ്ങൾ കറണ്ടിന്റെ ഫ്ലോ മാർക്ക് ചെയ്യുമ്പോൾ ഫോളോ KCL, കിർച്ചോഫ്സ് കറണ്ട് ലോ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ടാണ് നമുക്കുള്ളതെങ്കിൽ, okay, this current is I, this current is I1. So how much will be this current? This will be I minus I1. Okay, ഇവിടുത്തെ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. നിങ്ങൾക്ക് ജംഗ്ഷൻ അറിയണം. ഈ ജംഗ്ഷനിൽ വരുന്ന കറണ്ട് ഇതാണ്, ലീവ് ചെയ്യുന്ന കറണ്ട് ഇതാണ്. ഇതേപോലെ എത്രമാത്രം നിങ്ങൾ അങ്ങനെയുള്ള കറണ്ടിന്റെ ഡിവിഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും സർക്യൂട്ട് ലോ ഫോളോ ചെയ്യുക. അതെന്തായാലും അത്ര വലിയ ഡിഫിക്കൽട്ട് ഒന്നുമില്ല. നമുക്കത് ആ ഒരു സർക്യൂട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കറണ്ട് ഇവിടെ റീച്ച് ചെയ്തു. അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എത്ര ബാലൻസ് ആണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. എപ്പോഴും ക്ലോസ് ലൂപ്പ് എടുക്കുക. ഓക്കെ, ലൂപ്പ് എടുക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയരുത്. നിങ്ങൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ലൂപ്പിൽ നിങ്ങൾ തിരിച്ചു വരാനായിട്ട് നോക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ചില സമയത്ത് നമുക്ക് ഒരു ലൂപ്പല്ല ഒന്നിൽ കൂടുതൽ ലൂപ്പ് അല്ലെങ്കിൽ 3 or 4 ലൂപ്പൊക്കെ എടുത്ത് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലൂപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണെന്ന്. ഓക്കെ, ദാറ്റ്സ് ദ സെക്കൻഡ് പോയിന്റ് യു ഹാവ് ടു റിമെമ്പർ. ആൻഡ് അബൌട്ട് ദ തേർഡ് വണ്ണിന് വേണ്ടിയിട്ട് ഈ നേരത്തെ നമ്മൾ നോക്കിയ ഒരു സർക്യൂട്ടിൽ നോക്കിക്കേ. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സെല്ല് ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ഡയഗ്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നിങ്ങൾ അതിന്റെ അതേ ഡയറക്ഷനിൽ ലൂപ്പ് എടുക്കണമെന്നില്ല. കാരണം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ലൂപ്പ് ABCDA എന്നാണ്. ദാറ്റ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദി കറണ്ട്. ഓക്കെ, അതൊരു മാൻഡേറ്ററി ഒന്നുമല്ല. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതൊരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ലൂപ്പാണ്. നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് ലൂപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് ലൂപ്പ് എടുക്കാം. നിങ്ങൾക്ക് ആന്റി ക്ലോക്ക് വൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആന്റി ക്ലോക്ക് വൈസ് ലൂപ്പ് വേണമെങ്കിലും എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വാണ്ട് ടു ടേക്ക് ADCBA, you can take in that way also. Okay, രണ്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പർട്ടിക്കുലർ സർക്യൂട്ടിൽ തന്നെ രണ്ട് ലൂപ്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. രണ്ട് ലൂപ്പുള്ള ഒരു സർക്യൂട്ട് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു ലൂപ്പ്, ഇങ്ങനെ ഒരു ലൂപ്പാണ് ABCDEF. ഇതുപോലെ ഒരു ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്നത്തെ എന്റെ ജംഗ്ഷൻ ആയിട്ട് വരുന്നത്, ഇതിന്റെ ജംഗ്ഷൻസ് ഏതൊക്കെയാണ്? നിങ്ങൾ എല്ലാ പോയിന്റും ജംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യരുത്. 3 അതിൽ കൂടുതലോ ഉള്ളതിനെ മാത്രമേ നിങ്ങൾ ജംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൺസിഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇതിപ്പോ എന്റെ ഒരു ജംഗ്ഷൻ ആണ്. ഈ പോയിന്റ് എന്റെ ജംഗ്ഷൻ ആണ്. ദിസ് പോയിന്റ് ഈസ് ഓൾസോ എ ജംഗ്ഷൻ ഫോർ മീ. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ കറണ്ട് ഞാനിപ്പോ ഇവിടെ രണ്ട് സെല്ലുണ്ട്. എനിക്കിപ്പം ഒരു സെല്ലിൽ നിന്നുള്ള കറണ്ട് മാത്രം വേണമെങ്കിൽ എനിക്ക് അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഡോണ്ട് ടേക്ക് ദെയർ ഈസ് എ സെൽ ഓവർ ഹിയർ. ഓക്കെ, ഡോണ്ട് കൺസിഡർ ദാറ്റ് കറണ്ട് ഈസ് കമ്മിങ് ഫ്രം ദാറ്റ് വൺ. ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ ഞാൻ ഇത് ഫസ്റ്റ് ലൂപ്പ് എടുക്കുമ്പോൾ ഫസ്റ്റ് ലൂപ്പ് ഞാൻ ABEFA എന്നുള്ള ഒരു ലൂപ്പ് ഞാൻ എടുത്തു. ഓക്കെ, ഇനി അടുത്ത ലൂപ്പ് ഇപ്പൊ അത് ഏത് ഡയറക്ഷനിലാണ് ഞാൻ എടുത്തത്? ഞാൻ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുത്തത്. ഇപ്പൊ അടുത്ത ലൂപ്പ് ഞാൻ എടുക്കുന്നത്, ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്നത് EDCBE. അതൊരു ലൂപ്പാണ്. EDCBE അത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഒരേ സർക്യൂട്ടിൽ തന്നെ നിങ്ങൾക്ക് ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ എടുക്കാനായിട്ട് പറ്റും. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ലൂപ്പിൽ ഞാൻ ഈ ഫസ്റ്റ് ലൂപ്പിൽ ഞാൻ ക്ലോക്ക് വൈസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ തിരുത്തി മാറ്റരുത്. യു ഹാവ് ടു ഫോളോ ദ entire loop. You have to follow clockwise. Then the other one you have to follow anti-clockwise in the entire circuit. That's the only difference. Okay, so അതാണ് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് പോയിന്റ് ക്ലോക്ക് വൈസ് എടുക്കാം, ആന്റി ക്ലോക്ക് വൈസ് എടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ
ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു, നമ്മൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു 0. എങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൺസിഡർ ചെയ്യുന്നത്? അതിൻ്റെ ഒരു എളുപ്പ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഞാനിപ്പോൾ എ ബി ഇ അത് പല രീതിയിലും പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, ഇപ്പൊ നോർമലി അതിനുള്ള റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ട് പോവുകയാണെങ്കിൽ, ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് വരുന്നത് അല്ലെ. ഹയറിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ സോ ദ അതർ വൺ വിൽ ബി ഓപ്പോസിറ്റ്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ വരുമ്പോൾ എ ബി ഇ എഫ് എ എന്നുള്ള സർക്യൂട്ടിലാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഇതിനകത്ത് ഈ പൊട്ടൻഷ്യൽ നോക്കി ഇവിടെ വരുമ്പോൾ ഈ ഒരു സെല്ല് എ ബി ഇ എഫ് വന്നിട്ട് ഈ ഒരു സെല്ലിന്റെ ഇത് ലോവർ പൊട്ടൻഷ്യലും ഇത് ഹയർ പൊട്ടൻഷ്യലും. അപ്പൊ ഞാൻ എൻ്റെ ലൂപ്പ് ഫോളോ ചെയ്യുമ്പോൾ, എൻ്റെ പാത്തില് ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഞാൻ സെല്ല് ലോവറിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലോട്ടാണ് പോകുന്നത്. സോ ഇതൊരു പൊട്ടൻഷ്യൽ ഗെയിൻ ആണ്. സോ ഈ പൊട്ടൻഷ്യൽ ഗെയിൻ ഞാൻ എന്തായിട്ട് എടുക്കാം? എനിക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ അടുത്ത് നോക്കിക്കേ, ഇതിന്റെ കേസിൽ അത് തന്നെയാണ് വരുന്നത്, ഇ ഡി. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇത് നെഗറ്റീവിൽ നിന്ന് സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇ ഡി സി ബി ഇ ആണ് എന്റെ പാത്ത്. അപ്പൊ ഞാൻ ഇ ഡി ഇന്ന് ഇവിടേക്ക് വരുമ്പോൾ നോക്കിക്കേ, ഞാൻ ആദ്യം കാണുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഇന്ന് പോസിറ്റീവിലോട്ടാണ്. ദാറ്റ് മീൻസ് ലോവർ ടു ഹയർ ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. ഓക്കെ, ഇപ്പൊ ഞാൻ സപ്പോസ് ഞാൻ എടുത്ത പാത്ത് ബി സി ഡി ഇ ബി ആണെങ്കിൽ, ബി സി ഡി ഇ ബി ആണെങ്കിൽ എൻ്റെ പാത്തിൽ വരുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ഹയറിന്ന് ലോവറിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞാനത് എന്തെടുക്കേണ്ടി വരും? നെഗറ്റീവ് എടുക്കേണ്ടി വരും. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. നിങ്ങളുടെ ലൂപ്പിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഒരു റെസിസ്റ്ററിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സെല്ലിന്റെ കേസിൽ നിങ്ങൾ ഒരു പാത്തിൽ പോകുമ്പോൾ സെല്ലിന്റെ നെഗറ്റീവ് ആണ് ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പോസിറ്റീവ് എടുക്കാം. നിങ്ങൾ ആദ്യം സെല്ലിന്റെ പോസിറ്റീവ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അത് നെഗറ്റീവ് ആക്കി മാറ്റും. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ആണെങ്കിൽ പോസിറ്റീവ് എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. നോർമലി കറണ്ട് ഫ്ലോ ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സോ ഇവിടുത്തെ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്താ? നെഗറ്റീവ് ആണ്. ഓക്കെ, ഇവിടെ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ ഈ കേസിൽ കറണ്ട് ഇങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്തു, ഇങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇവിടെ ഹയർ ടു ലോവർ ആണ് കറണ്ട് ഫ്ലോ ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങൾ ഒരു പാത്തില് മൂവ് ചെയ്യുമ്പോൾ കറണ്ട്, റെസിസ്റ്റൻസ് കൂടിയുള്ള കറണ്ട് നിങ്ങളുടെ പാത്തിന്റെ അതേ ഡയറക്ഷനിലാണ്. ഇത് നിങ്ങളുടെ റെസിസ്റ്റർ ആണ്. ഓക്കെ, ഇത് റെസിസ്റ്ററിലുള്ള കറണ്ട് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൂപ്പ് അതേ പർട്ടിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ പാത്ത്. നിങ്ങൾ പോകുന്ന പാത്ത് ഇതാണ് നിങ്ങളുടെ പാത്ത്. ഈ റെസിസ്റ്റൻസിൽ കൂടിയുള്ള കറണ്ടും നിങ്ങളുടെ പാത്തും ഒരേപോലെ ആണെങ്കിൽ നിങ്ങൾ അതിനെ എന്തായിട്ട് എടുക്കുക? നെഗറ്റീവായിട്ട് എടുക്കുക. അതേസമയം നിങ്ങൾ കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾ എടുത്തേക്കുന്ന പാത്ത് ഓപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് ഓർക്കേണ്ടത്. നമ്മൾ ഇതിന്റെ തിയറി എത്ര പഠിച്ചാലും നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ മീൻസ് നമ്മൾ അതിന്റെ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു നമ്മളെ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ഇതെന്റെ 10 വോൾട്ട് ആണ്. 3 ohm 2 ohm. ഞാൻ കുറച്ച് റാൻഡം ആയിട്ടുള്ള നമ്പർ എടുത്തു. ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ച്വലി കിർച്ചോഫ് ലോയുടെ ആവശ്യമില്ല. നമുക്ക് ഓംസ് ലോ വെച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ 3 2 നമുക്ക് സീരീസിലാണ്. സോ ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 ohm ആയിരിക്കും.
നമ്മുടെ കറണ്ട് സിൻസ് ദേ ആർ ഇൻ സീരീസ് ദ കറണ്ട് പാസിംഗ് ത്രൂ ബോത്ത് ഓഫ് ദം വിൽ ബി ദ സെയിം. രണ്ടിൽ കൂടിയുള്ള കറണ്ട് സെയിം ആയിരിക്കും. സോ നമ്മൾ എങ്ങനെ എടുക്കും? കറണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട് 2 ആംപിയർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങളിപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതിനകത്ത് എങ്ങനെയാണ് കിർച്ചോഫ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് 2 ആംപിയർ ആണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്, 2 റെസിസ്റ്റൻസ്. അപ്പോൾ നോർമലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കറണ്ട് പാസിംഗ് ത്രൂ ഈച്ച് റെസിസ്റ്റർ എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്ത് കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യണം. ആദ്യം കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഇതിനകത്ത് നമുക്ക് ജംഗ്ഷൻസ് ഒന്നും ഇല്ല ആക്ച്വലി. ഓക്കെ, ബിക്കോസ് ഇതൊരു ബ്രാഞ്ചിങ് ഒന്നും ഇല്ലാത്ത സർക്യൂട്ട് ആയതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ലേബൽ ചെയ്യാം. ഓക്കെ, എ ബി സി ഡി. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന്റെ കറണ്ട് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പൊ കറണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇതിന് ജംഗ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരേ കറണ്ട് തന്നെയാണ് വരുന്നത്. സപ്പോസ് അത് എപ്പോഴും ഓർക്കുക, നമ്മൾ കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം ദ പോസിറ്റീവ് സൈഡ് ഓഫ് ദി ബാറ്ററി ടുവേർഡ്സ് ദി നെഗറ്റീവ്. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നമ്മൾ കറണ്ട് ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, വൈ ആർ യു മാർക്കിംഗ് ഇറ്റ് ഫ്രം? നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണെന്ന്? ഓക്കെ, സോ ഇതാണ് കറണ്ട്. ഈ സെയിം കറണ്ട് ആണ് ഇതിലെ കൂടെ പോകുന്നത് ഐ, ഈ സെയിം കറണ്ട് ആണ് ഇതിലെ കൂടെ തിരിച്ചു വരുന്നതും ഐ. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ഫസ്റ്റ് ഞാൻ ലൂപ്പ് എടുക്കുകയാണ്. ലൂപ്പ് ഏത് ലൂപ്പാണ് എൻ്റെത്? ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എയിൽ നിന്ന് എ ബി സി ഡി എ. സോ ദിസ് വൺ ഇസ് എ ക്ലോസ് ലൂപ്പ്. ഈ ക്ലോസ് ലൂപ്പില് ഞാൻ ഈ ലൂപ്പിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ ആദ്യം പോണത് എയിൽ നിന്ന് ബിയിലോട്ടാണ്. അവിടെ എലമെന്റ്സ് ഒന്നും ഇല്ല, വേറെ ഇതായിട്ടിരിക്കുകയാണ്. ഞാൻ പോകുന്നത് ബിയിൽ നിന്ന് സിയിലോട്ടാണ്. ഞാൻ ബിയിൽ നിന്ന് സിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു റെസിസ്റ്റർ ഉണ്ട്. അപ്പൊ എന്റെ പാത്തിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ റെസിസ്റ്ററിൽ കൂടെ കറണ്ടും ഫ്ലോ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടും ഒരേ വഴിക്കാണ് പോകുന്നത്. അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമ്മൾ അവനൊരു നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു, -3i. ഓക്കെ, എന്നിട്ട് ഞാൻ സിയിൽ നിന്ന് ഡിയിലോട്ട് പോകുന്നു. ആ വഴിക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നോക്കിയപ്പോൾ ആ റെസിസ്റ്റൻസ് എന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് എന്താ? ലോ ഇവിടെ നെഗറ്റീവ്. ഞാൻ ഇവിടെ തിരിച്ച് ഞാൻ എയിലേക്ക് വരിക. എയിലേക്ക് ഞാൻ വരുന്നതിനിടയ്ക്ക് ഇവിടെ ഒരു സെല്ലോഡ് ഉണ്ട്. അപ്പൊ സെല്ലിലോട്ട് ഞാൻ വരുമ്പോൾ ഇത് ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആണ്. ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഗെയിൻ ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ നമ്മൾ എന്തോ ഗെയിൻ ചെയ്തു. സോ നമുക്ക് അവൻ എന്ത് എടുക്കാം? ഒരു പോസിറ്റീവ് സിമ്പൽ ആയതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് സൈൻ കൊടുക്കാം അതിന്, അല്ലെ? സോ അതെങ്ങനെ എഴുതണം? പ്ലസ് മൗസ് അതിനൊരു സിമ്പൽ കൊടുക്കാം. അതിനൊരു സിമ്പിൾ കൊടുക്കാം. +10 അല്ലേ ഞാൻ പറഞ്ഞത്, ബിക്കോസ് നമ്മൾ ഗെയിൻ ചെയ്തു. +10 = 0. അപ്പൊ ഇത് -5y +10 is equal to 0. -5y is equal to 10i. -10i is equal to -10 by -5 which is equal to 2 ആംപിയർ. അപ്പൊ ഇതേപോലെ നമ്മളപ്പോ ചെറിയ സർക്യൂട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അപ്പൊ നമ്മൾ Kirchhoff first law പറഞ്ഞു, algebraic sum of the current meeting at a junction is equal to 0. കറണ്ട് എൻട്രി ചെയ്യുന്നതും കറണ്ട് ലീവ് ചെയ്യുന്നതും സെയിം ആയിരിക്കണം. അത് കൺസർവേഷൻ ഓഫ് ചാർജിന്റെ ഒരു വെർഷൻ ആണ്. സെക്കൻഡ് വൺ ഈസ് Kirchhoff സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ അല്ലെങ്കിൽ Kirchhoff വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞു, KVL, where the sum of the change in potential difference across each element in a circuit will be equal to 0. ഓക്കെ, അത് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഒരു വെർഷൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. കുറച്ചുകൂടെ ഇതുകൊണ്ടാണ് നമ്മളിന്ന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നത്.